നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ മികച്ച പോളിംഗ്. ഉച്ചകഴിഞ്ഞും പല ബൂത്തുകളിലും അനുഭവപ്പെട്ടത് നീണ്ട നിര. വോട്ടിംഗ് മെഷീനിലെ ബട്ടൺ പണി നൽകി. തൃക്കരിപ്പൂരിലെ ബൂത്തിൽ അരമണിക്കൂർ വോട്ടെടുപ്പ് വൈകി. തദ്ദേശ തിരഞ്ഞെടുപ്പ്. മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ കനത്ത പോളിംഗ്. ശക്തമായ പോലീസ് സുരക്ഷയിലാണ് അതിർത്തി വാർഡുകളിലടക്കം വോട്ടെടുപ്പ് നടന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കാസർകോട്ടെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളുമെല്ലാം രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ടവകാശം വിനിയോഗിച്ചു. 72ാമത്തെ വയസ്സിൽ കന്നി വോട്ട്. തൃക്കരിപ്പൂർ ഒളവറ ഉളിയത്തെ ഏഴോക്കാരൻ കൃഷ്ണൻ ആഹ്ലാദ നിറവിൽ. കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി മുഹമ്മദ് ഷഫീഖിനെ ദുബായ് പോർട്ട് റാഷിദിന് സമീപം കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ കനത്ത പോളിംഗ്. ഉച്ചകഴിഞ്ഞും പല ബൂത്തുകളിലും നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. വോട്ടിങ്ങിനായി ജില്ലയിൽ 1370 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും വീഡിയോ ചിത്രീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പലയിടത്തും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. സ്ത്രീകളും വയോധികരുമടക്കമുള്ളവർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായി രാവിലെ മുതൽ എത്തുകയായിരുന്നു. ജില്ലയിൽ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായതുമൂലം വോട്ടിംഗ് തുടങ്ങിയത് വൈകി. തകരാറ് പരിഹരിച്ച് ഇവിടങ്ങളിൽ വോട്ടിംഗ് പുനരാരംഭിച്ചു. തികച്ചും സമാധാനപരമായാണ് ജില്ലയിൽ എല്ലായിടങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിച്ചത്. ജില്ലയിൽ എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കനത്ത പോലീസ് സുരക്ഷയിലാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടിങ്ങിനായി ജില്ലയിൽ 1370 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയത്. ഗ്രാമപഞ്ചായത്തുകളിൽ ആകെ 725 വാർഡുകളിലേക്കായി 1242 പോളിംഗ് സ്റ്റേഷനുകൾ, നഗരസഭകളിൽ 120 വാർഡുകളിലേക്കായി 128 പോളിംഗ് സ്റ്റേഷനുകൾ എന്നിങ്ങനെയാണ് ആകെ 1370 പോളിംഗ് സ്റ്റേഷനുകൾ ജില്ലയിൽ സജ്ജീകരിച്ചത്. ആകെ 6584 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി 207 ബസ്, 111 മിനി ബസ്, 69 ട്രാവലർ, 32 ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നിങ്ങനെ ആകെ 689 വാഹനങ്ങളാണ് സജ്ജീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 92 ഡിവിഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്തിൽ 18 ഡിവിഷനുകളിലേക്കുമാണ് മത്സരം നടക്കുന്നത്. ഇത്തരത്തിൽ ആകെ 955 ഇടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് ജില്ലയിൽ നടക്കുന്നത്. ജില്ലയിലാകെ 119 പ്രശ്നബാധിത ബൂത്തുകളാണ് നിർണയിച്ചിട്ടുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും വീഡിയോ ചിത്രീകരണവും ഏർപ്പെടുത്തിയിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ജില്ലാതല മോണിറ്ററിംഗ് സെന്ററും പ്രവർത്തിച്ചു. ജില്ലയിലാകെ 2855 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ 1382 പുരുഷന്മാരും 1473 സ്ത്രീകളുമാണ്. ജില്ലാ പഞ്ചായത്തിൽ 62 സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്തിൽ 293 സ്ഥാനാർത്ഥികളും ഗ്രാമപഞ്ചായത്തുകളിൽ 2167 സ്ഥാനാർത്ഥികളും മുനിസിപ്പാലിറ്റികളിൽ 333 സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത്. ജില്ലയിലെ സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി 13 ഡിവൈഎസ്പിമാർ, 29 ഇൻസ്പെക്ടർമാർ, 184 SI ASIമാർ, 2100 SPO CPOമാർ കൂടാതെ 467 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയുമാണ് നിയോഗിച്ചത്. ബാംഗ്ലൂരിൽ നിന്നും ഒരു കമ്പനി CRP RAF ഫോഴ്സും എത്തിയിരുന്നു. ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിലും ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സും 8 ഇലക്ഷൻ സബ് ഡിവിഷൻ തലത്തിലും ജില്ലാതലത്തിലും പഴയ സ്ട്രൈക്കിംഗ് ഫോഴ്സുകളും പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയിൽ 436 ബൂത്തുകൾ സെൻസിറ്റീവ് ബൂത്തുകളായും 97 ബൂത്തുകൾ ക്രിട്ടിക്കൽ ബൂത്തുകളായും കണ്ടെത്തിയിരുന്നു. ഈ മേഖലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിരുന്നു. ഇലക്ഷന്റെ സുഗമമായ നടത്തിപ്പിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂമും സജ്ജമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോട്ടിംഗ് മെഷീനിലെ ബട്ടൺ പണി കൊടുത്തതിനെ തുടർന്ന് തൃക്കരിപ്പൂരിലെ ഒരു ബൂത്തിൽ അരമണിക്കൂർ വോട്ടെടുപ്പ് നീളുവാൻ കാരണമായി. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പെരിയോത്ത് 2ാം വാർഡിന്റെ സെന്റ് പോൾസ് AUP സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് ചെയ്ത ശേഷം ബട്ടൺ തിരിച്ചു വരുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നത്. വോട്ടിംഗ് മെഷീനിലെ പ്രസ് ബട്ടണിന്റെ പ്രവർത്തനം നിലച്ചതാണ് കാരണമെന്നാണ് വോട്ടർമാർ പറയുന്നത്. ഒരു തവണ മാത്രമാണ് പ്രശ്നമുണ്ടായതെന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇതുമൂലം രാവിലെ 10 മണി മുതൽ അരമണിക്കൂർ വോട്ടിംഗ് തടസ്സപ്പെട്ടു. ഉപവരണാധികാരിയും മറ്റുദ്യോഗസ്ഥരും സെന്റ് പോൾസ് സ്കൂളിലെ ബൂത്തിലെത്തി പരിശോധന നടത്തി.
രാവിലെ 10:45 വോട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു. പെരിയോത്ത് 2-ാം വാർഡിൻ്റെ 2-ാം ബൂത്തിൽ 884 വോട്ടർമാരാണുള്ളത്. ഇതുമൂലം വോട്ടിംഗ് സമയം നീട്ടി നൽകണമെന്ന് വിവിധ പാർട്ടികളുടെ ഏജന്റുമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ കനത്ത പോളിംഗ്. ശക്തമായ പോലീസ് സുരക്ഷയിലാണ് അതിർത്തി വാർഡുകളിലടക്കം വോട്ടെടുപ്പ് നടന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള 2-ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ കാസർഗോഡിൻ്റെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ കനത്ത പോളിംഗ് ആണുണ്ടായത്. രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പിൽ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ ഭൂരിഭാഗം വാർഡുകളിലും 50% കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തി. സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് എല്ലായിടത്തും വോട്ടെടുപ്പ് നടന്നത്. പോലീസ് ഒരുക്കിയ സുരക്ഷയും രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും കാണിച്ച ജാഗ്രതയുമെല്ലാം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ സുഗമമാക്കി. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള മഞ്ചേശ്വരം മണ്ഡലത്തിലെ 1-ാം വാർഡായ കണ്ണുതീർത്ത മരിയാശ്രമം സ്കൂളിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. കുഞ്ചത്തൂർ, ഉദ്യാവർ, മഞ്ചേശ്വരം എന്നിവ ഉൾപ്പെടെയുള്ള മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിലും ഏറ്റവും മികച്ച രീതിയിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചു. ചില പോളിംഗ് കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളിൽ സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അതിവേഗം പരിഹരിച്ചതോടെ വോട്ടെടുപ്പ് തടസ്സപ്പെടാതെ തുടരുവാൻ സാധിച്ചു. രോഗികളും ഗർഭിണികളും പ്രായമായവരുമെല്ലാം ആവേശത്തോടെ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് ജനാധിപത്യ പ്രക്രിയയുടെ പ്രാധാന്യത്തെ അടയാളപ്പെടുത്തുന്നതായി. തിരക്കേറിയ പോളിംഗ് കേന്ദ്രങ്ങൾ, ജനങ്ങളുടെ നീണ്ട നിര എന്നിവയെല്ലാം അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മഞ്ചേശ്വരത്തെ സജീവ ജനാധിപത്യ വേദിയാക്കി മാറ്റി. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർകോട്ടെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളുമെല്ലാം രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലെത്തി തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചു. CH കുഞ്ഞമ്പു MLA കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ബൂത്ത് നമ്പർ 1-ലെത്തി വോട്ട് രേഖപ്പെടുത്തി. കുടുംബത്തോടൊപ്പം എത്തിയാണ് MLA സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. കാസർകോട്ടെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളുമെല്ലാം വോട്ടെടുപ്പ് ആരംഭിക്കുന്ന വേളയിൽ തന്നെ പോളിംഗ് ബൂത്തുകളിലെത്തുകയും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുകയും ചെയ്തു. CH കുഞ്ഞമ്പു MLA കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ബൂത്ത് നമ്പർ 1-ലെത്തി വോട്ട് രേഖപ്പെടുത്തി. രാവിലെ തന്നെ കുടുംബത്തോടൊപ്പം എത്തിയാണ് MLA സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. കേരളത്തിൽ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും LDF വൻ വിജയം നേടുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ CH കുഞ്ഞമ്പു MLA പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തതായും ഇടതുപക്ഷമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ജനങ്ങൾക്ക് ചിന്തിക്കുവാനാകില്ലെന്നും CH കുഞ്ഞമ്പു MLA പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിൽ ഇതിനകം തന്നെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും LDF വൻ വിജയം നേടുമെന്ന് ഉള്ള സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ LDF ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങൾ ഹൃദയത്തിലേറ്റി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. വലിയ മുന്നേറ്റമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ അല്ലാതെ മറ്റൊന്നിനെയും ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഇടതുപക്ഷമാണ് നാടിൻ്റെ അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നത് ജനങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു ഗവൺമെൻറ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി, വീട്ടമ്മമാരുടെ പെൻഷൻ 1000 രൂപയാക്കി, തൊഴിൽ ലഭിക്കാത്ത ചെറുപ്പക്കാർക്ക് 1000 രൂപയാക്കി, ഇങ്ങനെ എല്ലാ മേഖലകളിലും വലിയ ക്ഷേമ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. ഇതിലെല്ലാം അടിസ്ഥാനത്തിൽ ജനങ്ങൾ LDFന് അനുകൂലമായി വിധി എഴുതുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ജനപക്ഷത്താണ് LDF നിൽക്കുന്നത്. എല്ലാവരും LDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയ കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ മികച്ച വിജയം കാസർഗോഡ് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് കിട്ടും. ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്ത്, ഭൂരിപക്ഷം നഗരസഭ, ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം വിജയം കരസ്ഥമാക്കും. മറ്റ് നേതാക്കളും MLAയെ അനുഗമിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 154 നമ്പർ ബൂത്തിലും M രാജഗോപാലൻ MLA കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. AKM അഷ്റഫ് MLA മഞ്ചേശ്വരം പഞ്ചായത്തിലെ ദുർഗിപ്പള്ള ഉദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബൂത്തിലും ചന്ദ്രശേഖരൻ MLA പരവനടുക്കം സ്കൂൾ തലക്കളായി 4-ാം വാർഡ് ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി വർക്കാടി പഞ്ചായത്ത് കൊടലമുഗറു വാണി വിജയ സ്കൂളിലും വോട്ട് ചെയ്തു. പത്മശ്രീ തിളക്കത്തിലൂടെ കാസർഗോഡിന്റെ അഭിമാനമായി മാറിയ സത്യനാരായണ ബളേരി ബെള്ളൂർ പഞ്ചായത്തിലെ അംഗൻവാടി ബൂത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി മുഹമ്മദ് ഷഫീഖിനെ ദുബായ് പോർട്ട് റാഷിദിന് സമീപം കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഷഫീഖ് മുങ്ങി മരിച്ചതായാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന. ശരീരത്തിൽ മറ്റ് പരിക്കുകളൊന്നും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ലെന്നുമാണ് വിവരം. കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി മുഹമ്മദ് ഷഫീഖിനെ ദുബായ് പോർട്ട് റാഷിദിന് സമീപം കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ഷഫീഖ് മുങ്ങി മരിച്ചതായാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന. ശരീരത്തിൽ മറ്റ് പരിക്കുകളൊന്നും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ലെന്നുമാണ് വിവരം. സംഭവത്തിൽ ഷഫീഖിന്റെ സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളും ഫോറൻസിക് പരിശോധനകളും വിശദമായ പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. മഞ്ചേശ്വരം മംഗൽപാടി പഞ്ചം സ്വദേശികളായ ഹസൈനാർ, സഫിയ എന്നിവരുടെ ഏക മകനാണ് അവിവാഹിതനായ മുഹമ്മദ് ഷഫീഖ്. ബർദുബയിൽ താമസിച്ച് സ്കൂളിൽ അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മുഹമ്മദ് ഷഫീഖ്. 8 മാസം മുൻപാണ് നാട്ടിലെത്തി തിരികെ പോയത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഷഫീഖ് വീട്ടിലേക്ക് അവസാനമായി ഫോണിൽ വിളിച്ചത്. അതിനുശേഷം വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമം നടത്തിയെങ്കിലും ഷഫീഖിന്റെ ഫോൺ പ്രവർത്തനരഹിതമായിരുന്നു. ഇതിനിടെയാണ് ദുബായ് പോർട്ട് റാഷിദ് കടൽ തീരത്ത് മുഹമ്മദ് ഷഫീഖിന്റെ മൃതദേഹം കാണപ്പെട്ടതായി ബന്ധുക്കൾക്ക് നാട്ടിൽ വിവരം ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 72ാമത്തെ വയസ്സിൽ കന്നിവോട്ടുകൾ ചെയ്തതിന്റെ ആഹ്ലാദത്തിലാണ് തൃക്കരിപ്പൂർ ഒളവറ ഉളിയത്തെ ഏഴോക്കാരൻ കൃഷ്ണൻ. 4.5 പതിറ്റാണ്ടുകാലത്തെ നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്വസ്ഥമായ ശേഷമാണ് വോട്ടർ പട്ടികയിൽ വോട്ടുറപ്പിച്ചത്. കുവൈറ്റിലെ ഷർക്കിലുള്ള കാർബോഡി വർക്ക്ഷോപ്പിൽ തൊഴിലെടുക്കുവാൻ 1980 ജനുവരിയിലാണ് നാട്ടിൽ നിന്നും പോയത്. 2 വർഷം കൂടുമ്പോൾ നാട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ നാട്ടിൽ തങ്ങിയ ശേഷം തിരിച്ചു പോകാറാണ് പതിവ്. ആ സമയങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിൽ പേര് വന്നതുമില്ല. പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം മംഗളൂരുവിൽ നിന്നും വർക്ക്ഷോപ്പിലെ ജോലികൾ പഠിച്ചു. കുവൈറ്റിലെത്തി വർക്ക്ഷോപ്പിലെ ജോലികളിൽ മുഴുകി കൃഷ്ണൻ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഉളിയം 13ാം വാർഡിലെ വോട്ടറാണ് ഇപ്പോൾ. ഹൃദയരോഗത്തിന് ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ 2.5 വർഷമായി നാട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കന്നിവോട്ടാണെങ്കിലും 3 വോട്ടുകൾ ഒരേ സമയം ചെയ്യാമെന്നത് ആഹ്ലാദം പകരുന്നതാണെന്ന് കൃഷ്ണൻ പറയുന്നു. കന്നി വോട്ടാന്നൊക്കെ ചെയ്ത് ഞാൻ 40 വർഷം ഗൾഫായിരുന്നു. നാട്ടിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അതിൻ്റെ ഒരു ഇഷ്ടമുണ്ട്. എനിക്ക് അതിൻ്റെ ഒരു കാണുമ്പോൾ ആദ്യമായിട്ട് പുതിയ വോട്ട് ചെയ്തുകൊണ്ട് ഒരു സന്തോഷം. ഭാര്യ പയ്യന്നൂർ എടാട്ട് സ്വദേശി കുന്നുംപ്രത്ത് ഇന്ദിരയും മക്കളുമൊത്താണ് കൃഷ്ണൻ ഒളവറ ഗവൺമെന്റ് സങ്കേത UP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തത്. പോളിമർ സയൻസിൽ എഞ്ചിനീയറായ മൂത്തമകൾ പ്രീതി എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. മകൻ MSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞ പ്രിയേഷ്. MA ഹിന്ദി കഴിഞ്ഞ് കാലടി സംസ്കൃത സർവകലാശാലയ്ക്ക് കീഴിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ് മകൾ പ്രിയങ്ക. ഉറുമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ കാഞ്ഞങ്ങാട് നഗരസഭയിലെ സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്ത് നമ്പർ 154-ൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യയുമൊത്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP വോട്ട് രേഖപ്പെടുത്തുവാനായി എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാഞ്ഞങ്ങാട് നഗരസഭയിലെ സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്ത് നമ്പർ 154-ൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യയുമൊത്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP വോട്ട് ചെയ്യുവാനായി എത്തിയത്. ഈശ്വരവിശ്വാസം ലവലേശമുണ്ടെങ്കിൽ പിണറായി വിജയൻ ജയിലിൽ കിടക്കുന്ന ആളുകളെയെങ്കിലും പാർട്ടിയിൽ നിന്നും പുറത്താക്കുവാനുള്ള സാമാന്യ മര്യാദ കാട്ടണമെന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഈ ഗവൺമെന്റിനെതിരെ ജനവികാരമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. മതം മനുഷ്യനെ മയക്കുന്ന കറുത്ത മരുന്നാണെന്ന് പറഞ്ഞ കാറൽ മാർക്സിൻ്റെ അനുയായികൾ കേരളം ഭരിക്കുന്നു. ആ കേരളത്തിലാണ് ഇത്ര വലിയ തീവട്ടിക്കൊള്ള നടന്നിരിക്കുന്നത്. ഈശ്വരവിശ്വാസം ലെവലേശമുണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയൻ ചെയ്യേണ്ടത് ഈ ജയിലിൽ കിടക്കുന്ന ആളുകളെയെങ്കിലും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. മാത്രമല്ല 6 ലക്ഷം കോടിയുടെ കടമാണ് കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിന് വരുത്തി വച്ചിരിക്കുന്നത്. ഗുരുതരമായ വിലക്കയറ്റം,
മാത്രമല്ല ആശുപത്രിയിൽ യാതൊരു വിധമായ മരുന്നുകളുമില്ല. അപ്പോൾ സ്വാഭാവികമായി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഈ ഗവൺമെൻറ്റിന് എതിരെ ഒരു ജനവിധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പെരിയ പഞ്ചായത്ത് അടക്കം എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ പിടിച്ചെടുക്കും. ഇത്തവണ ജില്ലാ പഞ്ചായത്ത് വീണ്ടും UDFൻ്റെ ഭരണം വരും. ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും നിർണായകമായ ഒരു ശക്തിയായി UDF മാറും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ UDFൻ്റെ ഭരണം വരുമെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. MP-യെ മറ്റു കോൺഗ്രസ് നേതാക്കളും അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് AUP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. വീടിന് സമീപമുള്ള പോളിംഗ് സ്റ്റേഷനിൽ രാവിലെ തന്നെ എത്തിയാണ് MLA വോട്ടവകാശം വിനിയോഗിച്ചത്. രാവിലെ 7 മണിക്ക് തന്നെ എത്തിയാണ് NA നെല്ലിക്കുന്ന് MLA ബൂത്തിലെ ആദ്യ വോട്ടറായി തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ വോട്ടാണ് താൻ രേഖപ്പെടുത്തിയതെന്ന് വോട്ട് ചെയ്തതിനു ശേഷം സംസാരിക്കവേ NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് തന്റെ പ്രതിഷേധമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ആ പ്രതിഷേധത്തിന്റെ വോട്ടാണ് ചെയ്തത്. കാസർഗോഡ് നഗരസഭയിൽ ലീഗിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ലഭിക്കുമെന്നും NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. റിബലുകൾ എല്ലാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകാറുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് ലീഗ് മുന്നേറും. ഇത് സെമി പൊതുതെരഞ്ഞെടുപ്പാണ്. ഫൈനലിൽ UDF തന്നെ കേരളത്തിൽ വിജയിക്കുമെന്നും NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. ആദ്യത്തെ വോട്ടാണ് ഞാൻ ആദ്യമായി വോട്ട് ചെയ്തു. ഈ വോട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഒരു വോട്ടാണ്. ഇത് പ്രതികാരത്തിൻ്റെ വോട്ടാണ്. ആരോടുള്ള പ്രതികാരമാണ്, ആരോടുള്ള പ്രതിഷേധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മുടെ രാജ്യത്തിലെയും നമ്മുടെ സംസ്ഥാനത്തിലെയും ജനങ്ങൾ ഒരുപാട് ദുരിതം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പൊറുതിമുട്ടിക്കഴിയുകയാണ്. അതാണ് പ്രതിഷേധം എന്ന് പറയുന്നത്. അവരെ ഈ നിലയിലെത്തിച്ച ഭരണകൂടത്തിനെതിരെ എല്ലാ ആളുകൾക്കും പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ പ്രതീകാത്മകമാണ് എൻ്റെ ഈ വോട്ട് എന്ന് ഞാൻ പറയുന്നത്. പ്രതിഷേധം ഫലം കാണും, തീർച്ചയായും ഫലം കാണും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും പോകുമ്പോൾ കണ്ടത് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകന്മാരും നേതാക്കന്മാരുമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെയധികം ആവേശത്തിലുണ്ടാവുക. ഇത് അതല്ല. ഇത് എല്ലാ ജനങ്ങളും സാധാരണക്കായ ആളുകൾ വളരെ ആവേശത്തിലാണ്. അവർ ഒരു പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ റബലുകളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അതിജീവിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലീഗ് കഴിഞ്ഞ നഗരസഭയിലുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് വർദ്ധിത വീര്യത്തോടു കൂടി ഈ നഗരസഭ ലീഗ് വീണ്ടും ഭരിക്കാൻ പോവുകയാണ്. ഈ ത്രിതല പഞ്ചായത്തിൽ മാത്രമല്ല, ഇതൊരു സെമി ഫൈനലാണ്. അടുത്ത ഫൈനലിലും UDF തന്നെ ജയിക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാ ആളുകളും സാധാരണ ഒരു കളിയിൽ 2 ടീമുകൾ മാത്രമാണ് മത്സരിക്കുക. കാണികൾ 2 വിഭാഗമായി തിരിഞ്ഞ് ഒരു ടീമിനെ പ്രോത്സാഹിപ്പിക്കും. ഇതല്ല, നമ്മൾ കാണാൻ പോകുന്നത് UDF എന്ന ടീമിനോടൊപ്പമാണ് കേരളത്തിലെ കാണികളായ ജനങ്ങൾ, മുഴുവൻ ജനങ്ങൾ. വാർഡിലെ UDF നേതാക്കളും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA വോട്ട് രേഖപ്പെടുത്തി. കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്.
കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിങ്സിൽ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഭാഗമായി ജിംഗിൾ സെയിൽ ഷോപ്പിംഗ് സ്പ്രീ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി നടന്ന ലോഗോ പ്രകാശനം ഫാദർ ജോയൽ മുക്കാലേൽ വികാർ SH നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിങ്സിൽ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഭാഗമായി ജിംഗിൾ സെയിൽസ് ഷോപ്പിംഗ് സ്പ്രീ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി നടന്ന ലോഗോ പ്രകാശനം ഫാദർ ജോയൽ മുക്കാലേൽ വികാർ SH നിർവഹിച്ചു. അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഈ മരങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നു. ഇവർ ആഗ്രഹിച്ചതൊന്നുമല്ല, ഈ മരങ്ങൾ ആഗ്രഹിച്ചതൊന്നുമല്ല ഈ മരങ്ങൾക്ക് സംഭവിക്കുക. ഒന്നാമത്തെ മരം ആഗ്രഹിച്ചത് വലിയൊരു കപ്പലാകണം എന്നുള്ളതാണ്. പക്ഷേ ഈ മരത്തില് സംഭവിക്കുക മീൻ പിടിക്കുന്ന ഒരു വഞ്ചിയാണ് ഈ മനുഷ്യര് മുറിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കുക. രണ്ടാമത്തെ മരത്തിന് സംഭവിക്കുന്നത് ആ മരം ഉപയോഗിച്ചുകൊണ്ട് ഒരു തൊഴുത്താണ് പണിയുക. മൂന്നാമത്തെ മരത്തിന് സംഭവിക്കുക ആ മരം മുറിച്ചെടുത്തുകൊണ്ട് അവരൊരു കഴുമരമാണ് ഉണ്ടാക്കുക. രണ്ടാമത്തെ മരം ഉപയോഗിച്ചുകൊണ്ട് ഒരു തൊഴുത്ത് ഉണ്ടാക്കി. ചടങ്ങിൽ ഷോറൂം ഇൻചാർജ് നാസർ സ്വാഗതം പറഞ്ഞു. മുഖ്യ അതിഥിയായ സിസ്റ്റർ മോളി തോമസ്, ശോഭിക ഡയറക്ടർമാരായ ഷിഹാബ് കല്ലിൽ, ഷംസു കല്ലിൽ, ശോഭിക ജനറൽ മാനേജർ റിഷാദ്, മാനേജർ മൻസൂർ, ബിഗ് മോൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി എന്നിവർ സംസാരിച്ചു. വന്നപാട് ഞാൻ പറഞ്ഞു, ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ചിട്ട് ഒരു സെയിൽസ് ഇൻട്രഡക്ഷൻ, അതിൻ്റെ ഒരു ചെറിയൊരു ഇനാഗുറേഷൻ. അപ്പോൾ ഫാദർ പറയാണ്, ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ. അപ്പം ശോഭികയുടെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ചടങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഓരോ ഫെസ്റ്റിവൽ വരുമ്പം ഒരു ഒരുങ്ങേണ്ടയോ കാര്യമില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ശോഭിക എപ്പോഴും ഒരുങ്ങിയാണ്. എന്തൊക്കെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് ജാതി മത ഭേദമന്യേ മാത്രമല്ല കാലഘട്ടത്തിനനുസരിച്ച് അത് പുതുക്കിക്കൊണ്ടേയിരിക്കുവാനും ഇവിടുത്തെ മാനേജ്മെൻറ്റും അതിൻ്റെ കാര്യങ്ങൾ മാനേജ്മെൻറ്റിനെ ബോധിപ്പിക്കാൻ ഇവിടുത്തെ സ്റ്റാഫും ഒറ്റക്കെട്ടായി മുമ്പോട്ട് നീങ്ങിയാണ്. ശോഭിക സ്റ്റാഫിന്റെ വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. HR-മാരായ അനഘ, അനുശ്രീ, ഗോപിക എന്നിവർ പരിപാടി നിയന്ത്രിച്ചു. ഫ്ലോർ സൂപ്പർവൈസർ ടണൽ കുര്യാക്കോസ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ശോഭിക വെഡ്ഡിങ്സിന്റെ എല്ലാ ഷോറൂമുകളിലും പുതുമയാർന്ന വ്യത്യസ്ത ഇനം കളക്ഷൻസ് ആണ് എത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ മികച്ച പോളിംഗ്. ഉച്ചകഴിഞ്ഞും പല ബൂത്തുകളിലും അനുഭവപ്പെട്ടത് നീണ്ട നിര. വോട്ടിംഗ് മെഷീനിലെ ബട്ടൺ പണി നൽകി. തൃക്കരിപ്പൂരിലെ ബൂത്തിൽ അരമണിക്കൂർ വോട്ടെടുപ്പ് വൈകി. തദ്ദേശ തിരഞ്ഞെടുപ്പ്. മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ കനത്ത പോളിംഗ്. ശക്തമായ പോലീസ് സുരക്ഷയിലാണ് അതിർത്തി വാർഡുകളിലടക്കം വോട്ടെടുപ്പ് നടന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കാസർഗോട്ടെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളുമെല്ലാം രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ടവകാശം വിനിയോഗിച്ചു. 72ാമത്തെ വയസ്സിൽ കന്നി വോട്ട്. തൃക്കരിപ്പൂർ ഒളവറ ഉളിയത്തെ ഏഴോക്കാരൻ കൃഷ്ണൻ ആഹ്ലാദ നിറവിൽ. കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി മുഹമ്മദ് ഷഫീഖിനെ ദുബായ് പോർട്ട് റാഷിദിന് സമീപം കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.